ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുറകെ എണീറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇട്ടേക്കൊന്ന് ഫ്രഷ് ആവട്ടെ. ഇതാ ഫുള്ള് തണുത്തോലിരിക്കുന്നു. നേരെ പോകണം, ടൈമായി. തണുപ്പടിക്കുന്ന ദേഹത്ത് ഒന്ന് പോകണം. ആകാശത്തെ ഫുള്ള് ലൈന് പോലെ തണുപ്പ് പോകുന്നില്ല. എല്ലാം മരവിച്ചിരിക്കുന്നു. ഇവിടെ പോയെന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. അത് കറങ്ങി കൊണ്ട് അടങ്ങും. മറ്റേ പുള്ളി പേടിച്ച് ഇനി പോയി താഴെ ഇറങ്ങട്ടെ. പുള്ളി പാതി വരെ കയറിയാണ്, പിന്നെ ഇറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങട്ടെ. ജസ്റ്റ് ഒന്ന് പോയി ഫുഡ് കഴിക്കും. പുള്ളിക്കാർ എവിടെ ഉണ്ട്? ഞാനും പോയിട്ട് ഉച്ചയായി, വിശക്കണം. വേറെ കറക്റ്റാണ്. ജസ്റ്റ് പോയി ഒന്ന് ഫുഡും കഴിക്കണം. ഫുഡ് കഴിച്ച് തിന്നതിന് ശേഷം ഫോണൊന്ന് ചാർജ് ചെയ്യണം. അതാണ് പ്ലാൻ. അതിനകത്ത് ഫുഡ് കഴിക്കുന്നു. ഇതന്നെ ഉച്ചക്കുള്ള ഇതൊന്നും കഴിച്ചിട്ട് പോകണം. ഫോൺ കുറച്ച് ചാർജ് ഇട്ടു, കുഴപ്പമില്ല, ഒന്നും ചെയ്യണില്ല, ഇതായിട്ടൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടി കഴിയണ്ടൊന്നും കുറച്ച് 5-10 മിനിറ്റ് ചാർജ് അങ്ങ് ഇട്ടാൽ കുഴപ്പമില്ല. ചാർജ് ഉണ്ട് ഫോണിൽ. കുറച്ച് നേരം ഫോൺ ചാർജ് ഇട്ടിരിക്കുകയായിരുന്നു. ഇനി നേരെ പോയി. ഭയങ്കര വെയിൽ. ഇനിയിപ്പോൾ മറ്റേ പുള്ളി പോവും, ടൈമായി. അതുകൊണ്ട് ഫോൺ എടുക്കാൻ വന്നതായിരുന്നു. ഇനിയിപ്പോൾ നോട്ട് ഡ്യൂട്ടീസ് ഓവർ, ഗോയിങ്. ജസ്റ്റ് പോയി ഒന്ന് റൗണ്ടൊക്കെ അടിക്കണം. ശരി, അടുത്ത് പോയി ക്ലോറിനേഷൻ കൂടി നോക്കണം. അടുത്തെന്ന് പറഞ്ഞാൽ പോയി പഴയതും കൂടി നോക്കണം. അവിടെ ഓക്കെ നമ്മൾ നോക്കിയാൽ മതി. വലുതായിട്ടൊന്നും സംഭവിക്കില്ല. ഇൻ കേസ് ചെറുതായിട്ടുള്ള ലീക്ക് കൊണ്ട് നമ്മൾ ഇൻഫോം ചെയ്തിരുന്നു. ചില സമയം നമ്മൾ ശ്രദ്ധിക്കൂല. 2 ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോഴേ ചെറിയ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെള്ളം നിറഞ്ഞ് കിടക്കും. അതിനടുത്ത് പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. അതിന് ചിലപ്പോൾ ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടിയിലോട്ട് എത്ര വെള്ളം വെളിയിൽ പോകേണ്ട സ്ഥല രീതി ഉണ്ടെന്നറിയാം. കുറേ വെള്ളം വേസ്റ്റാവും. അതാണ് വിഷയം. ഒരു ഡ്രൈനേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം ഇവിടെ കിടക്കുമെന്നല്ല, അങ്ങ് പുറത്ത് പോകും. പക്ഷേ കുറേ വെള്ളം പോകും നമ്മളെ കയ്യിൽ നിന്ന്. അതാണ് വിഷയം. അതിനടുത്ത് പോയിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. അതേ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ സെറ്റാക്കി ഇനി കുറച്ച് നേരം ഇരുന്ന് തുണിയൊക്കെ എടുത്തിട്ട് കുളിക്കണം. അത് തന്നെ കുറച്ച് നേരം ഇരിക്കട്ട് തളർന്ന് കാലൊക്കെ കഴക്കി അടുത്ത് പോയി ലൈറ്റൊക്കെ ഓണാക്കി അത് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ ഒരു കോൾ വിളിക്കാനുമുണ്ട്. ചെന്ന് നോക്കി ലെവലൊക്കെ ഇപ്പോൾ ഈ സമയത്താണ് പറഞ്ഞു കൊടുക്കണം. ഞാനെല്ലാം നോക്കട്ടെ. ഈ സാധനം ഇത് ഗേറ്റിൻ്റെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഗേറ്റിൻ്റെ അവിടെ ഇന്നൊരു ദിവസം കാണിച്ചു തരാം. ഇപ്പോൾ അത്ര യൂസൊന്നും വരില്ല. ഈ ഇവിടെ മറ്റേ കാറ്റ് കൂടുതൽ വരുന്ന സമയത്ത്, ഈ മഴയും കാറ്റും ഒന്നിച്ച് വരുന്ന സമയത്ത് അത് വെക്കേണ്ട സാധനങ്ങൾ. അതായത് വെള്ളം മോട്ടർ വീഴാതിരിക്കാൻ എല്ലായിടും ഉണ്ട്. ഈ കൺട്രോളിൻ്റെ മറ്റേ ഇലക്ട്രിക്കിൻ്റെ അവിടെയും ഉണ്ട്. അതകത്തിരിക്കണം. അത് ചെറുതാണ്, ചെറിയ ഡോറല്ലേ ഉള്ളൂ അവിടെ. അങ്ങനെ സ്വിച്ച് ഓടിപ്പൊളി വ്യൂ. കറക്റ്റ് ടൈമാണ് വന്നത്. കറക്റ്റ്
ഇതാണ് പെർഫെക്റ്റ് ടൈമിങ്. അങ്ങനെ ഇന്ന് പെർഫെക്റ്റ് കിട്ടി. ഞാൻ അടുത്ത് പോയി ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഒന്ന് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം. അത് തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളത് കുഴപ്പമില്ല. അല്പം അഡ്ജസ്റ്റ് ചെയ്യാനില്ല. ഒരു ലെവൽ അവർ വെച്ചിട്ടുണ്ട്. സെറ്റായിട്ട് തന്നെ ഇരിക്കും. വലുതായിട്ട് നിറയണമില്ല, വലുതായിട്ട് കുറയണമില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ സൈഫ കൂട്ടണം. അത് ഞാനല്ല വന്നിട്ട് കൂട്ടിക്കോളും. കുഴപ്പമില്ലാതെ ഞങ്ങൾ അതിൻ്റെ കാണിച്ചു തരാം. നമ്മളത് കുഴപ്പമില്ലാതെ കൂടണം. ഇല്ല അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പം ഡ്യൂട്ടി ചെയ്യുമ്പം അവർക്ക് മറ്റാൾക്ക് പ്രഷർ കൂടുതലാണ്. അവിടെ നല്ല രീതിയിൽ കൊടുത്താണ് വരുന്നത്. അപ്പം വെള്ളം സ്ഥലം വേണം. കണ്ട 3.58. ഇനിയിപ്പം പുള്ളി വരുന്നുണ്ട് പ്രഷർ അടിച്ചു കൂടും. ഇതും 3.57. കുഴപ്പമില്ല. ഇതിനിപ്പം വന്നിട്ട് 1 മണിക്കൂറും കൂടി കഴിയുമ്പോൾ കറക്റ്റാണ്. ഇൻ കേസ് എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കും. ഇല്ലെങ്കിൽ അവൻ ചെയ്തു കൊടുക്കും. അതാണ് നല്ലത്. എൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെയുള്ള ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഇപ്പോൾ ഒന്നും ചെയ്യാണ്ട്. കാരണം അടുത്ത് പറഞ്ഞ പുള്ളിക്കാണ് ഇത്തിരി പ്രഷർ ആവശ്യം. കാരണം വെള്ളം പോകാൻ വേറെ സ്ഥലമില്ല നമ്മളിവിടെ. പിന്നെ എന്നാ ചെയ്യണം, അടുത്ത് ഇവിടെ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യുക, ഗെയിം കളിക്കുക, അതൊക്കെ തന്നെ. ഒരു 2 മണിക്കൂറും കൂടി ഇരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ഇപ്പോഴൊക്കെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. കുഴപ്പമില്ല. ദിവസമൊക്കെ അങ്ങനെ ഇങ്ങനെ പോകുന്നു. ശമ്പളം ഇതുവരെ കിട്ടിയില്ല. എത്ര ആയി? 7,800 ആയി. ടൈറ്റാണ്. 7-ാം തീയതി എന്നൊരു പിടിയില്ല. ഈ പ്രാവശ്യം വന്നിട്ടാണോ പറ്റുമെങ്കിൽ ഹെഡ്ഫോൺ കൂടി മൈക്ക് എടുക്കാം. മൈക്ക് നോക്കട്ടെ. കാരണം വീഡിയോയിൽ ഓഡിയോ ക്വാളിറ്റി നല്ല വേരിയേഷൻ. ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇപ്പം ഇനി തൊട്ട് എന്തായാലും ഞാൻ വീഡിയോ ഇടും. കിട്ടിയാൽ നമ്മളെ വ്യൂ പോയാൽ എന്ത്, വ്യൂ പോയില്ലെങ്കിൽ നമ്മൾ മനസ്സമാധാനമല്ല. 1 ഇയർ ഇവിടെ ചുമ്മാ ആയിരിക്കും ജോലി ചെയ്യുന്നു. എൻ്റെ കൂടെ നമ്മളെ ആഗ്രഹം വിഷ് വീഡിയോ ഇടുക എന്നുള്ളത്. കാണുന്നതുള്ള നമുക്ക് അതൊക്കെ നമ്മളെ സംസാര രീതി ഇതൊക്കെ ഇമ്പ്രൂവായി വരണം. ട്രൈ ടു എ ഗുഡ് പേഴ്സൺ. മനസ്സിലല്ല? അതാണ് അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.